മാനിഫെസ്റ്റേഷനിലൊക്കെ വിശ്വാസമുണ്ടോ? മാനിഫെസ്റ്റേഷനൊക്കെ വർക്ക് ആവുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. ദേ ഈ കാണുന്ന അവാർഡ് എൻ്റെ കയ്യിൽ കിട്ടുന്ന നിമിഷം വരെ ശരിക്കും ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ അവർക്ക് അവാർഡ് കിട്ടുന്ന വ്ലോഗ് കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു സ്റ്റേജിൽ എനിക്ക് ഒരു അവാർഡ് കിട്ടണമെന്നുള്ളത്. എന്നെ ഫൈനലി എൻ്റെ ലൈഫിലെ ഫസ്റ്റ് കണ്ടന്റ് ക്രിയേറ്റർ അവാർഡ് കിട്ടി. താങ്ക് യു സോ മച്ച് തെക്കൻ ക്രിയേറ്റേഴ്സ് കളക്റ്റീവ്. അതായത് ട്രിവാൻഡ്രം കൊല്ലം ബേസ് ചെയ്തിട്ടുള്ള 100 കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള അവാർഡായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊരാളാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ വന്ന സമയത്ത് ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ പരിചയപ്പെടാനായിട്ട് പറ്റി. അതായത് നമ്മൾ വീഡിയോസിലൊക്കെ മാത്രം കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരെയൊക്കെ നേരിട്ട് കാണാനായിട്ട് പറ്റി. ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു. നമ്മൾ ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ അടുത്തറിയാവുന്നവരെ കാട്ടി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രേഞ്ചേഴ്സ് ആണ് കേട്ടോ. അതായത് ഇപ്പോൾ എൻ്റെ വീഡിയോസ് ഒക്കെ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഒക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുന്നതും വാട്സാപ്പിലൊക്കെ സ്റ്റാറ്റസ് വെക്കുന്നതൊക്കെ കൂടുതൽ സ്ട്രേഞ്ചേഴ്സ് ആണ്. അതായത് നേരിട്ട് പോലും കണ്ടിട്ടില്ലാത്തവർ. അടുത്തറിയാവുന്നവർക്കൊക്കെ കുറേ പേരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെങ്കിലും കൂടുതൽ പേർക്കും പുച്ഛമാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ജേർണിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും പുച്ഛിച്ചവർക്കും എല്ലാവർക്കും നന്ദി. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ ടോട്ടലായിട്ട് കൂട്ടുന്ന സമയത്ത് 1 ലക്ഷത്തിന് മേലെ ആൾക്കാരുണ്ട് കേട്ടോ. ശരിക്കും ഈ ഒരു 1 ലക്ഷത്തിന് മേലെയുള്ള നിങ്ങളുടെ സപ്പോർട്ടാണ് ഇന്നിപ്പോൾ എന്നെ ഇവിടം വരെ എത്തിച്ചത്. താങ്ക് യു സോ മച്ച്. നിങ്ങളെ ആരും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സും എൻ്റെ സപ്പോർട്ടേഴ്സും ശരിക്കും എൻ്റെ ഫാമിലി പോലെയാണ് കേട്ടോ. നിങ്ങളാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ഒരുപാട് ക്രിയേറ്റേഴ്സിനെ കാണാനായിട്ട് പറ്റിയത് നിങ്ങളെ കാരണമാണ്. ഇന്നത്തെ പരിപാടിയിൽ ഇവരുടെ അതിമനോഹരമായ പാട്ടുണ്ടായിരുന്നു. പിന്നെ ദേ ഈ ഒരു ബോർഡിൽ കാണുന്നവരാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പരിപാടിയിലെ മെയിൻ സ്പോൺസേഴ്സ്. ഈ ഒരു പരിപാടി കുറച്ചും കൂടെ കളർ ആവാനായിട്ട് നമ്മുടെ കൊല്ലത്തെ MLA കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് അഥവാ കണ്ടന്റ് ക്രിയേഷൻ ജേർണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് സമയമാണ് കേട്ടോ. കാരണം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോസ് ഇടുക. വ്യൂസ് ഡൗൺ ആയാലും കുഴപ്പമില്ല, വീഡിയോസ് കോൺസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. ഈ ഒരു ക്രിയേറ്റർ മീറ്റപ്പിന്റെ മെയിൻ ആയിട്ടുള്ള ആളെയാണ് കാണുന്നത്. ശരിക്കും എല്ലാ ക്രിയേറ്റേഴ്സിനെയും ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് ഒരുപാട് എഫേർട്ടാണ് ഈ ഒരു ചേച്ചി എടുത്തിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. പിന്നെ എന്നെ ഈ ഒരു തെക്കൻ ക്രിയേറ്റേഴ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് വിങ്സ് ഓഫ് ലൈഫിലെ ആരതിയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് ആരതി. ഒരുപാട് നന്ദിയുണ്ട്. ആരതി അടുത്ത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. താങ്ക് യു സോ മച്ച്. അപ്പോൾ എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ കൊണ്ടും പറ്റും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.